ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ്സിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം മീഖ എഴുതിയ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. മീഖ പ്രവാചകൻ എഴുതിയ പുസ്തകം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. നമ്മുടെ ദൈവം ദയയുള്ള ദൈവമാണ്. അവൻ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്, അതിക്രമങ്ങളെ മോചിക്കുന്ന ദൈവമാണ്. നാം പല സന്ദർഭങ്ങളിലും പാപത്തിലും വഞ്ചനയിലും ചതിയിലും എല്ലാം പെട്ടുപോകുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് ദയ കാണിക്കുന്നവനാണ്. ഈ ദൈവസ്നേഹത്തെ പലപ്പോഴും ദൈവജനം മനസ്സിലാക്കുന്നില്ല. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും നാം വായിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ ദയയുടെ ആഴം നമുക്ക് അതിൻ്റേതായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം മഹാദയുള്ളവനാണ്. ദയയിൽ അവന് പ്രസാദമുണ്ട്. മനുഷ്യൻ്റെ ദയ എന്ന് പറയുന്നതെല്ലാം പരിമിതികൾക്കുള്ളതാണ്. ഒരു പരിമിതി വെച്ചുവിട്ട് മാത്രമേ മനുഷ്യൻ മറ്റുള്ളവരോട് ദയ കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ദൈവം എന്ന് പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ, നമ്മുടെ അകൃത്യങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് നമ്മുടെ അതിക്രമങ്ങളെ മോചിച്ച് നമ്മോട് ദയ കാണിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. സർവശക്തനായ ദൈവം അവൻ എത്ര നല്ലവനാണെന്നറിയാമോ? പലപ്പോഴും നാം അത് മനസ്സിലാക്കുന്നില്ല. 103-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ ദയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വലുതാണ്. ഞാനൊരിക്കൽ കേരളത്തിൽ തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയുടെ മുമ്പിൽ കുറച്ച് സമയം വണ്ടി ഇട്ട് നിൽക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി വെറുതെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ എത്രയോ വലുതാണ്. നമ്മളതിൻ്റെ വലിപ്പം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലാണ് ആകാശം നിലകൊള്ളുന്നത്. എന്നാൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ വലുതാണ്. ദൈവത്തിൻ്റെ ദയ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മനുഷ്യൻ നിരാശയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലുമെല്ലാം കടന്നു പോകുന്നത്. നമ്മുടെ ദൈവം ദയുള്ളവനാണ്. നാം പഴയ നിയമ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ രാജാക്കന്മാർ പാപം ചെയ്തിട്ടുണ്ട്, ന്യായാധിപന്മാർ പാപം ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ജനം പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെപ്പോഴൊക്കെ മനംതിരിഞ്ഞു വന്നോ, ആ മനംതിരിഞ്ഞു വന്ന സമയത്തൊക്കെ ദൈവം അവരോട് ദയ കാണിക്കുകയും അവരുടെ അതിക്രമങ്ങളെ മോചിക്കുകയും അവരുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനും അവൻ അതിക്രമങ്ങളെ മോചിക്കുകയും ചെയ്യുന്ന ദയയുള്ള ഒരു ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ശരിയായ നിലയിൽ അറിയില്ല. നമ്മുടെ പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളത് പുതിയ നിയമ തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം എന്നൊക്കെ നാം വായിക്കുമെങ്കിലും അത് ശരിയായ നിലയിൽ നാം മനസ്സിലാക്കിയിട്ടില്ല. കാരണം അവൻ അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. അതിൻ്റെ വലിപ്പം നാം ശരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതായിട്ടുണ്ട്. വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. ദൈവം അവർക്കൊരു അവസരം കൊടുത്തില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. പിശാചിനെയും 1/3 ദൂതന്മാരെയും ദൈവം ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്നാൽ അവർക്ക് ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരു അവസരം കൊടുത്തില്ല. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ഉണ്ടാക്കിയ മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയപ്പോൾ ദൈവം അവനൊരു അവസരം കൊടുക്കുകയാണ്. അവനെ വീണ്ടെടുക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെ അവസരം കൊടുക്കുമ്പോൾ ദൈവം ആദരിക്കാതെ പോകുന്ന മറ്റൊരാളുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതെ, വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. നമ്മുടെ പാപങ്ങൾ യേശുക്രിസ്തുവിനെ മേൽ ചുമത്തിയപ്പോൾ യേശുക്രിസ്തുവിനെയും ദൈവം ആദരിച്ചില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കാതെയാണ് അനേക ദൈവമക്കളും നിരാശയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലുമെല്ലാം പോകുന്നത്. ദൈവത്തോട് പിറുപിറുപ്പും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇനി എനിക്ക് അവസരമില്ലല്ലോ, ഇനി എനിക്ക് ചാൻസുകളില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിശാചിൻ്റെ ആകാശവാണികളിൽ നിന്നെല്ലാം ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. നീ വീണുപോയി, നീ അതിക്രമം ചെയ്തു പോയി, നീ അകൃത്യം ചെയ്തു പോയി. എന്നാൽ നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അതിക്രമങ്ങളെ മോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം. ഞാനൊരിക്കലും എൻ്റെ ഇളയ മകൻ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് അവനോടൊപ്പം നിൽക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നെ കാണുവാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് അദ്ദേഹമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ചില തകർച്ചകളെക്കുറിച്ചും ചില വിഷമങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, ഒരു പക്ഷേ
ഇനി കഴിഞ്ഞ ബ്രദർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള വല്ല പാപങ്ങളും ആയിരിക്കുമോ ഈ ഇപ്പോൾ സംഭവിക്കുന്ന ഈ കഷ്ടതയ്ക്കെല്ലാം കാരണം എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കേണ്ടായി. ഒരു പാസ്റ്റർ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എനിക്ക് കുറച്ച് സമയത്തേക്ക് അല്പം നിരാശ വന്നു. ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് ആ സമയത്ത് വിട്ടു. എന്നാൽ അന്ന് രാത്രിയിൽ ഞാൻ കിടന്ന് വളരെ ഇങ്ങനെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് ധാരാളം വചനങ്ങൾ തന്നുകൊണ്ടിരുന്നു. എനിക്ക് പിറ്റേന്ന് തോന്നി ആ സഭയിൽ ആരാധനയ്ക്ക് പോകണം. ഞാൻ പിറ്റേന്ന് ആ സഭയിലേക്ക് ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. ഞാനവിടെ ആരാധനയ്ക്ക് പോയി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് വചനം സംസാരിക്കുവാൻ എനിക്കൊരു അവസരം ഇവിടെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാനവിടെ പോയി. അന്ന് രാത്രിയിൽ ദൈവം, ഞാൻ ആ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് തന്ന വചനങ്ങൾ ഞാനങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കൃത്യം എനിക്ക് അവസരം വന്നു. ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ മറ്റേ പാസ്റ്റർ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, എന്നോടൊരു പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, കഴിഞ്ഞ കാല പാപങ്ങൾ ഒരുപക്ഷെ നമ്മളോട് ക്ഷമിക്കാതെ ദൈവം വെച്ചിരിക്കുന്നുണ്ടോ, നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള വല്ല പാപത്തിൻ്റെയും ആകുമോ എന്നുള്ള കഷ്ടതയ്ക്ക് കാരണം എന്നെല്ലാം അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വചനം സത്യമാണ്. ഈ ദൈവവചനം സത്യമായിരിക്കുന്നത് കൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വള്ളിയും പുള്ളിയും മാറ്റമില്ലാത്തതാണ്. അവൻ പറഞ്ഞത്, നിന്റെ അതിക്രമങ്ങളെ ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മേലുള്ള എല്ലാ ശാപങ്ങളും എല്ലാ പാപങ്ങളും അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു. പിശാച് അത് പൊക്കി പിടിച്ചോണ്ടെന്ന വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാണ് അവിടെ പറഞ്ഞത്. പിശാച് അതെടുത്ത് കാണിച്ചിട്ട് പറയും, നിൻ്റെ പഴയകാല പാപങ്ങളാണ് നിനക്കെങ്ങനെ കഷ്ടത വരാൻ കാരണം, നിനക്കെങ്ങനെ ദോഷം വരാൻ കാരണം എന്നെല്ലാം പിശാച് പൊക്കി പിടിച്ചുകൊണ്ട് വരും. എന്നാൽ നമ്മുടെ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാനത് സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു. മനുഷ്യൻ വേണമെങ്കിൽ അത് മനസ്സിൽ വയ്ക്കും. എന്നാൽ ദൈവം അത് മനസ്സിൽ വയ്ക്കുന്നവനല്ല. അവൻ്റെ ദയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വലുതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഏതെങ്കിലും ഞെരുക്കത്തിൽ, ഏതെങ്കിലും കഷ്ടത്തിൽ, ഒരു പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ, അതൊരു പക്ഷേ മനുഷ്യരെല്ലാം പറയും, ഇനി അതിന് ചാൻസ് ഇല്ല, ഇനി അതിന് അവസരമില്ല എന്നെല്ലാം പറഞ്ഞാലും നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അവൻ സകല ജഡത്തിൻ്റെയും ദൈവമാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവസ്നേഹം കാൺമീൻ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ നിരാശ മാറിപ്പോവും, നമ്മുടെ ദുഃഖം തീർന്നു പോവും. നാം ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ അവൻ്റെ ആ വലിയ ദയയിൽ, ചെറിയ ദയയല്ല, അതൊരു ലിമിറ്റഡ് ദയയല്ല, ആ ഭയങ്കരമായ ദയയിൽ ആശ്രയിക്കുമ്പോൾ കർത്താവെ ദയ തോന്നണം. മനുഷ്യരെല്ലാം എനിക്കെതിരാണ്, സമൂഹം മുഴുവൻ എനിക്കെതിരാണ്, എന്നാൽ നിൻ്റെ ദയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ വലുതാണ്. അതുകൊണ്ട് എന്നോട് ദയ കാണിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങളെ മോചിച്ച്, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് നമ്മളോട് ദയ കാണിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനും സമയത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അതിക്രമങ്ങളെ മോചിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവം കർത്താവെ, അങ്ങയുടെ ദയയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു കർത്താവെ. ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്ക് എന്ന പോലെ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ദയ ചെയ്യുവോളം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് ദയ കാണിക്കണമേ കർത്താവെ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അങ്ങയുടെ ദയ വലുതാണല്ലോ കർത്താവെ. ആ വലിയ ദയയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങ് വില കൊടുത്ത് വാങ്ങിയതാണല്ലോ കർത്താവെ, അങ്ങയുടെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ കർത്താവെ. ഞങ്ങൾ എത്ര വിലയേറിയവരാണ് കർത്താവെ. അങ്ങയുടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്യണമേ കർത്താവ്. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.